നമസ്കാരം. ചെപ്പോക്കിലെ മഞ്ഞപ്പടയുടെ ഈ സീസണിലെ ആദ്യ വിജയത്തിന് പിന്നിൽ സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്റ് ബുദ്ധി തെളിയുന്നു. MS ധോണി വിശ്രമത്തിലിരിക്കെ വിക്കറ്റിന് പിന്നിലും ബാറ്റിങ്ങിലും സഞ്ജു കാണിച്ച പക്വത ആരാധകർക്കിടയിൽ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാക്കുകയാണ്. തലൈവൻ്റെ സിംഹാസനത്തിലേക്കുള്ള യഥാർത്ഥ പിൻഗാമി ഈ മലയാളി താരമാണോ? ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൻ്റെ 15-ാം ഓവർ അശുതോഷ് ശർമ്മ ചെന്നൈയുടെ ഏക സ്പിന്നർ നൂർ അഹമ്മദിനെ ഗാലറിയിൽ എത്തിച്ച് കളി ഡൽഹിയുടെ വരുതിയിലാക്കി. സമ്മർദ്ദത്തിന് വഴങ്ങാതെ സഞ്ജു നൂറിനടുത്തേക്ക് നടന്നെത്തി. പന്തിൽ ഫ്ലൈറ്റ് നൽകാനും എന്നാൽ ലെങ്ത് അല്പം പിന്നിലേക്ക് വലിച്ചെറിയാനും സഞ്ജു ഉപദേശിച്ചു. കൃത്യം അടുത്ത പന്തിൽ അശുതോഷ് വീണു. ധോണി ഫീൽഡിൽ നടപ്പിലാക്കാറുള്ള അതേ കോച്ച് ഓൺ ഫീൽഡ് ശൈലിയുടെ തനിയാവർത്തനമായിരുന്നു ഇത്. ഡൽഹി ക്യാപിറ്റൽസിനെ 23 റൺസിനാണ് ചെന്നൈ തകർത്തത്. സഞ്ജു സാംസന്റെ സെഞ്ചുറിയുടെ മികവിൽ ചെന്നൈ ഉയർത്തിയ 213 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി 20 ഓവറിൽ 189 റൺസിന് ഓൾ ഔട്ടായി. 18 റൺസിന് 4 വിക്കറ്റ് വീഴ്ത്തിയ ഓവർട്ടണാണ് ഡൽഹിയെ തകർത്തത്. 38 പന്തിൽ 60 റൺസ് എടുത്ത ട്രിസ്റ്റൻ സ്റ്റബ്സ് മാത്രമാണ് ഡൽഹി നിരയിൽ തിളങ്ങിയത്. സ്റ്റബ്സിന് പുറമെ പദും നിസംഗയാണ് അല്പമെങ്കിലും പിടിച്ചു നിന്ന മറ്റൊരു താരം. KL രാഹുൽ, സമീർ റിസ്വി, അക്സർ പട്ടേൽ, ഡേവിഡ് മില്ലർ, അശുതോഷ് ശർമ്മ, അക്യുറ്റ് നബി എന്നിവർ നിരാശപ്പെടുത്തി. കുൽദീപ് യാദവ്, ലുങ്കി എൻഗിഡി എന്നിവരാണ് പുറത്തായ മറ്റു താരങ്ങൾ. നടരാജൻ പുറത്താവാതെ നിന്നു. നേരത്തെ ഈ IPL സീസണിലെ ആദ്യ സെഞ്ചുറി കൂടിയാണ് സഞ്ജു നേടിയത്. സഞ്ജുവിനെ കൂടാതെ ആയുഷ് മാത്രേ അർദ്ധ സെഞ്ചുറി നേടി. 19-ാം ഓവറിലാണ് സഞ്ജു സെഞ്ചുറി നേടുന്നത്. IPL-ൽ ഒന്നാകെ സഞ്ജുവിൻ്റെ 4ാം സെഞ്ചുറിയാണിത്. 1-ാം വിക്കറ്റിൽ സഞ്ജു ഗേക്വാദ് സഖ്യം 62 റൺസാണ് ചേർത്തത്. ഗേക്വാദ് അല്പം കൂടി വേഗത്തിൽ റൺസ് കണ്ടെത്തിയിരുന്നുവെങ്കിൽ പവർ പ്ലേയിൽ കൂടുതൽ റൺസ് നേടാൻ ചെന്നൈക്ക് സാധിക്കുമായിരുന്നു. 7-ാം ഓവറിൽ ഗേക്വാദ് പുറത്തായി. ഒരു ബൗണ്ടറി മാത്രമാണ് ചെന്നൈ ക്യാപ്റ്റന് നേടാൻ സാധിച്ചത്. തുടർന്ന് സഞ്ജു മാത്രേ സഖ്യം ചെന്നൈയെ മുന്നോട്ട് നയിച്ചു. വൈകാതെ മാത്രേ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 4 6ഉം 3 4ഉം നേടി മാത്രേ റിട്ടയർഡ് ഔട്ടാവുകയായിരുന്നു. സഞ്ജുവിനൊപ്പം 113 റൺസാണ് മാത്രേ കൂട്ടിച്ചേർത്തത്. ഡൽഹിക്കെതിരെ 56 പന്തിൽ പുറത്താകാതെ നേടിയ 115 റൺസിലൂടെ 2026 IPL-ലെ ആദ്യ സെഞ്ചുറിയും സഞ്ജു സ്വന്തം പേരിലാക്കി. കൗതുകകരമായ വസ്തുത, ഇത് 4ാം തവണയാണ് ഒരു IPL സീസണിലെ ആദ്യ സെഞ്ചുറി സഞ്ജു നേടുന്നത്. 2017, 2019, 2021, 2026 എന്നിങ്ങനെയായിരുന്നു അത്. ടൂർണമെൻറ്റിൻ്റെ ഗതി നിശ്ചയിക്കുന്നതിൽ സഞ്ജുവിനുള്ള പ്രഹരശേഷിക്ക് ഇതിലും വലിയ തെളിവ് വേണ്ട. യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്ന ധോണിയുടെ ശൈലിയെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു അരങ്ങേറ്റ താരം ആയുഷ് മാത്രയുമായിട്ടുള്ള സഞ്ജുവിൻ്റെ 113 റൺസ് കൂട്ടുകെട്ട്. അക്സർ പട്ടേലിൻ്റെ സ്പെല്ലുകളിൽ സമ്മർദ്ദം താൻ ഏറ്റെടുത്ത് മാത്രയ്ക്ക് സ്വതന്ത്രമായി കളിക്കാൻ അവസരമൊരുക്കിയ സഞ്ജുവിൻ്റെ രീതി ചെന്നൈ ക്യാമ്പിന് പുതിയ ഊർജ്ജം നൽകി. കൈവശം ഒരു സ്പിന്നർ മാത്രമുണ്ടായിട്ടും സഞ്ജു പതറിയില്ല. ജാമി ഓവർട്ടണെയും അൻഷുൽ കമ്പോജിനെയും ചെറിയ സ്പെല്ലുകളായി കൃത്യമായി ഉപയോഗിച്ചു. ഡെത്ത് ഓവറുകൾക്കായി കാത്തു നിൽക്കാതെ ഓവർട്ടണെയും മിഡിൽ ഓവറുകളിൽ കൊണ്ടുവന്ന് ഡൽഹിയുടെ നടുവൊടിച്ച തീരുമാനം ആരാധകരെ പോലും അത്ഭുതപ്പെടുത്തി. ഇതിനെല്ലാം പിന്നിൽ സഞ്ജുവിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. ട്രൈസ്റ്റൻ സ്റ്റബ്സ് വെടിക്കെട്ട് നടത്തുമ്പോഴും വിക്കറ്റിന് പിന്നിൽ സഞ്ജു അതീവ ശാന്തനായിരുന്നു. അനാവശ്യ ആവേശങ്ങളില്ലാതെ ഫീൽഡർമാരുടെ ആത്മവിശ്വാസം നിലനിർത്തുന്നതിൽ സഞ്ജു വിജയിച്ചു. സിമ്പിൾ ആൻഡ് ക്ലിനിക്കൽ എന്ന ധോണി മന്ത്രം സഞ്ജുവിൽ ഭദ്രമെന്ന് ചുരുക്കം. സഞ്ജു ഔദ്യോഗികമായി നായകനായിട്ടില്ലെങ്കിലും CSKയുടെ തന്ത്രങ്ങൾ മെനയുന്നതിൽ സഞ്ജുവിന് വലിയ പങ്കുണ്ട്. നിലവിൽ ടീം മാനേജ്മെൻറ്റും ആരാധകരും ഒരുപോലെ ഉറ്റുനോക്കുന്നത് MS ധോണിയുടെ തീരുമാനത്തിലേക്കാണ്. നായകൻ എന്ന നിലയിൽ സഞ്ജുവിൻ്റെ പാകത തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ധോണിയുടെ പൂർണ്ണ പിന്തുണയോടെ സഞ്ജു മഞ്ഞപ്പടയുടെ ഔദ്യോഗിക പദവിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല.